ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഹെവൻ ഓഫ് സ്റ്റോറി ടെല്ലർ 2.0. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. ഇന്ന് ചെകുത്താൻ്റെ പ്രണയമാണ്. അപ്പോൾ കഥയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു പനിക്കോളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ സൗണ്ട് കുറച്ച് ഇതാണ്, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ ചാനൽ കാണുന്നവർ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുപോകുന്നുണ്ട്. അവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കാനും ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെ നമുക്ക് കഥയിലോട്ട് പോയാലോ? അവസാന ഭാഗങ്ങളിൽ ദേവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇഷ സൗമ്യമായി ഇരുന്ന് കേൾക്കുകയാണ്. തുടരുന്നു. എല്ലാം കേട്ട് സൗമ്യമായി ഇരിക്കുകയാണ് ഇഷ. ദേവൻ പതിയെ ഇഷയെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഇഷ, നിനക്കെൻ്റെ ഓർമ്മയുണ്ടോ? മറ്റെവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട്? നീ കോളേജിൽ പഠിക്കുന്ന കാലത്ത്? കൈകൾ കെട്ടി പ്രണയത്തോടെ അവൻ ചോദിച്ചു. എന്നാൽ അവൻ്റെ ഭാവങ്ങളെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ഇല്ല എന്നൊറ്റ വാക്കിൽ അവൾ നിർത്തി. അവളുടെ പെരുമാറ്റം കണ്ടിട്ടും അവൻ്റെ ചിരിയിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ആ പ്രണയം നിറഞ്ഞ് ചിരിക്കും ഒരു കോട്ടവും തട്ടിയില്ല. ചിരിയോടെ അവൻ തുടർന്നു. നിനക്കെന്നെ അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്റെ അടുത്ത് വന്നിട്ടുണ്ട്, എൻ്റെ പ്രണയാഭ്യർത്ഥനയായിട്ട്. ഓർക്കുന്നോ നീ? ഇഷ അപ്പോഴും മനസ്സിലാകാത്തതുപോലെ അവനെ നോക്കി. അപ്പോഴെല്ലാം അവളെ ചിരിയോടെ നോക്കിക്കൊണ്ട്, വെയിറ്റ്, നിന്നെ ഒരാളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിനക്ക് മനസ്സിലാകും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന്. ദേവൻ ചിരിയോടെ അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് അവൻ്റെ കൈ അവളുടെ കവിളിൽ തൊട്ടതും ഇഷ വെറുപ്പോടെ മുഖം മാറ്റി. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ദേവ് ആ റൂമിൽ നിന്നും വെളിയിലേക്ക് പോയി. അത്രയും നേരം മുഖത്ത് ഒട്ടും പേടി കാണിക്കാതിരുന്ന ഇഷയുടെ മുഖത്ത് ഭയം ഇരച്ചു കയറാൻ നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു. പുറത്തേക്ക് പോയ ദേവൻ വീൽചെയറിൽ ഒരാളുമായി അകത്തേക്ക് കയറി വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ തളർന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാകുന്ന ഒരു വ്യക്തി. എന്നാൽ അയാളുടെ മുഖത്തേക്ക് നോക്കി ഇഷയുടെ ശരീരം വിറച്ചു. അവൾ ഓർക്കാൻ ഇന്നും ഭയപ്പെടുന്ന ആ രാത്രിയിലേക്ക് ഒരു നിമിഷം അവൾ പാഞ്ഞു. അവളുടെ മുഖത്തെ ഭയം കണ്ട ദേവൻ പെട്ടെന്ന്, പേടിക്കേണ്ട, ആരും നിന്നെ ഒന്നും ചെയ്യില്ല. ഇതെൻ്റെ ചേട്ടനാണ്, വേദവ്. എനിക്കറിയാം അന്ന് രാത്രി നീ പേടിച്ചു എന്ന്. എൻ്റെ അറിവോടെ ആയിരുന്നില്ല ഏട്ടൻ അവിടെ വന്നത്. നീ കരുതുന്നത് പോലെ നിന്നെ കൊല്ലാനോ ഉപദ്രവിക്കാനോ വന്നതല്ലായിരുന്നു. ഇവന് എനിക്ക് വേണ്ടി എൻ്റെ ഉള്ളിൽ ഒരു പെൺകുട്ടി കയറിയതറിഞ്ഞത് ഏട്ടൻ എനിക്ക് അവൻ്റെ പ്രിയപ്പെട്ട അനിയൻ്റെ പ്രണയം അവന് നൽകാൻ വേണ്ടി വന്നതായിരുന്നു. ഒരു പെണ്ണിനോട് മര്യാദയ്ക്ക് മിണ്ടി പരിചയം പോലും ഇല്ലാത്ത ഏട്ടൻ നിന്നോട് കുറച്ച് റൂഡായിട്ടായിരിക്കും പെരുമാറിയത്, എനിക്കറിയാം. പക്ഷേ ഒന്നും അറിയാതെ അവിടേക്ക് വന്ന രുദ്രൻ, അവനാണ് എൻ്റെ ഏട്ടനെ ഇങ്ങനെ ആക്കിയത്. അവൻ ജീവചവമാക്കിയില്ലേ എൻ്റെ ഏട്ടനെ, ഇല്ലേ? അത്രയും നേരം സൗമ്യമായി മാത്രം സംസാരിച്ച ദേവൻ പിന്നെ ഒരു തരം സൈക്കോ പോലെയായിരുന്നു പെരുമാറിയത്. അവൻ തൻ്റെ ചേട്ടനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഞാൻ എൻ്റെ ചേട്ടനെ ജീവനോടെയെങ്കിലും കിട്ടാൻ വേണ്ടി ഓടിയ സമയം നിങ്ങൾ തമ്മിൽ രണ്ടുപേരും തമ്മിൽ അവൻ അലർച്ചയോടെ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് അവളോട്, വിടുമോ ഞാൻ നിങ്ങളെ? ഇല്ല, വിടില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ നിങ്ങളെ പ്രണയിക്കാൻ വിട്ടത്. എനിക്കറിയാമായിരുന്നു അവനെ വേദനിപ്പിക്കണം, അല്ലെങ്കിൽ തകർക്കണമെങ്കിൽ നീ നോവിക്കണമെന്ന്. ഞാൻ പറഞ്ഞില്ല, ചുമയുണ്ട്, അതാട്ടോ. അപ്പം തുടരാം. മാത്രമല്ല, ഒപ്പം അവൻ്റെ പെങ്ങളെ ഞാൻ സ്നേഹിച്ചതുപോലെ അഭിനയിച്ചതൊക്കെ നിങ്ങളിലേക്ക് എത്താനുള്ള എൻ്റെ വഴികൾ തന്നെയായിരുന്നു. പക്ഷെ വൈകിയാണ് ഞാൻ അറിഞ്ഞത് അവളുടെ ഉള്ളിൽ രുദ്രൻ അവനുണ്ട് എന്ന്. അവനോടുള്ള അവളുടെ ഇഷ്ടം സഹോദരനോടുള്ളത് അല്ല എന്ന്. അത് മനസ്സിലാക്കിയ ഞാൻ പിന്നെ അവളുടെ സുഹൃത്ത് എന്ന രീതിയിൽ ചതിയിലൂടെ തന്നെയാണ്
ഞാൻ അവളെ എൻ്റെ ആളുകൾക്ക് ഇട്ടുകൊടുത്തത്. അങ്ങനെ അവൾ ഗർഭിണിയായി. ആ കുഞ്ഞ് എൻ്റെയാണ് എന്നവൾ വിശ്വസിച്ചു. കാരണം ഞങ്ങൾ ഇരുവരും അന്ന് മദ്യലഹരിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മതിയായിരുന്നു അവൾക്ക് അതെൻ്റെ കുഞ്ഞാണ് എന്ന് വിശ്വസിക്കാൻ. പക്ഷെ അവൾ രുദ്രനോടെല്ലാം തുറന്നു പറയുമെന്ന അവസ്ഥയിൽ അവളിൽ ഞാൻ പ്രണയം കുത്തിനിറച്ചു. അവളുടെ ഭർത്താവായി അവൻ്റെ തറവാട്ടിൽ കയറിപ്പറ്റി. എൻ്റെ മുന്നിൽ വെച്ചുള്ള നിങ്ങളുടെ പ്രണയം, അത് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ അവനെ കൊല്ലാനുള്ള പകയായിരുന്നു. പക്ഷേ ഞാൻ കാത്തിരുന്നു സമയമാകുന്നതുവരെ. കാരണം എനിക്കറിയാമായിരുന്നു അവൻ നിസ്സാരക്കാരനല്ല എന്ന്, അവനെ പൂട്ടാൻ കാത്തിരിക്കണമെന്ന്. അവസാനം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വിവാഹം വരെ എത്തി നിന്നപ്പോൾ നിങ്ങളുടെ സന്തോഷം ഞാൻ കണ്ടു. ഞാനും ആഗ്രഹിച്ചത് അത് തന്നെയായിരുന്നു. നിങ്ങൾ സന്തോഷിക്കണം ഒരുപാട്. ആ സന്തോഷം ഇല്ലാതെയാക്കാൻ എനിക്ക് കഴിയണം എന്നും. അതിന് എനിക്ക് കഴിഞ്ഞു. ദേവൻ പകയോടെ പറഞ്ഞു. എന്നിട്ട് നിന്റെ സഹോദരനെ തട്ടിക്കൊണ്ടുപോയത് എൻ്റെ ആളുകൾ തന്നെയായിരുന്നു ഇഷ. കൂടെ നിന്നെ വിളിച്ചു. വിവാഹത്തിൽ നിന്നും പിന്മാറാൻ ജാനകിയെ കൊണ്ട് ചെയ്യിക്കാൻ എനിക്ക് എളുപ്പമായിരുന്നു. അവളെ കൊണ്ട് അവൾ പോലും അറിയാതെ ചെയ്യിച്ചു. അവളുടെ ഉള്ളിൽ എന്നോ മറഞ്ഞുപോയ പ്രണയം, രുദ്രനോടുള്ള സ്നേഹം, അത് പൊടി തട്ടിയെടുത്തതും ആൻറ്റിയെ കൊണ്ട് നിന്നെപ്പറ്റി മോശമായി പറഞ്ഞതും, അത് മാത്രം മതിയായിരുന്നു അവൾക്ക്. ആ ഫോൺ കോൾ വിളിക്കാൻ അവൾ പോലും അറിയാതെ ആ വിവാഹം അവൾ മുടക്കിപ്പിച്ചു. ഞാൻ എല്ലാം എൻ്റെ പ്ലാൻ പ്രകാരം തന്നെയായിരുന്നു നടന്നത്. പക്ഷെ നിന്റെ അച്ഛൻ, അയാൾ എന്നെ കണ്ടുപിടിച്ചു. അയാൾ എന്നെ തേടി വന്നു. എന്നിട്ട് എന്നോടൊരു ഭീഷണി. എൻ്റെ മോളുടെയും മകൻ്റെയും ജീവിതത്തിലുണ്ടായി എന്നെ ജീവനോടെ വെച്ചേക്കില്ല എന്ന്. എങ്ങനെയാണെന്നറിയില്ല അയാൾ എന്നെ തേടി വന്നത്. പക്ഷേ എനിക്കറിയാമായിരുന്നു അയാൾ എല്ലാം രുദ്രനിൽ എത്തിക്കുമെന്ന്. ഞാൻ കരുതിയതുപോലെ തന്നെ അയാൾ എല്ലാം രുദ്രനോട് പറയാൻ പോയ ആ രാത്രി എനിക്ക് അയാളെയും നിന്റെ അമ്മയും എനിക്ക് കൊല്ലേണ്ടി വന്നത് അന്നാണ്. ഒരു ആക്സിഡന്റ് രൂപത്തിൽ ആർക്കും സംശയം കൊടുക്കാതെ. നോ, ദേവന്റെ വെളിപ്പെടുത്തൽ കേട്ട ഇഷ ഞെട്ടി അലറി. എൻ്റെ അച്ഛനെയും അമ്മയെയും നിങ്ങൾ എന്തിനാ പാവങ്ങളെ? നീ? ഇഷ കണ്ണീരോടെ ദേഷ്യത്തോടെ അലറിക്കൊണ്ട് അവനോട് ചോദിച്ചു. എന്നാൽ അത്രയും നേരം ദേഷ്യത്തിൽ അലറിയ ദേവൻ അവളുടെ കണ്ണുനീര് കണ്ട് വല്ലാതെയായി. അവൻ വേഗം ഇഷയുടെ അടുത്തിരുന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചു. ഇഷ അവളെ തൊട്ടതും കുതറാൻ തുടങ്ങി. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ദേവൻ അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചുകൊണ്ട്, ഇഷ, നീ കരഞ്ഞാൽ ഞാൻ തകർന്നു പോകും. എനിക്ക് നിന്നോട് വല്ലാത്ത പ്രണയമാണ് ഇഷ, വല്ലാത്തൊരു പ്രണയം. എല്ലാം ഞാൻ ചെയ്തത് നിനക്ക് വേണ്ടിയാണ്. പക്ഷെ അവൻ എൻ്റെ പ്ലാൻ എല്ലാം തകർത്തു. നിന്നെ ബലമായി കല്യാണം കഴിച്ചുകൊണ്ട് എന്നെ പിന്നെയും തോൽപ്പിച്ചു. നിനക്കറിയോ, നിന്റെ ശരീരത്തെ അവൻ തൊടുന്ന ഓരോ നിമിഷവും ഞാൻ. പക്ഷേ എന്നാലും എനിക്ക് നിന്നോടുള്ള പ്രണയത്തിന് കുറവ് വന്നിട്ടില്ല, വരികയില്ല. എന്നെ രുദ്രൻ, അവന് നിന്നെ ഞാൻ വിട്ടുകൊടുക്കൂല. നമ്മൾ പോകും ഈ നാട്ടിൽ നിന്ന് കർണാടകയ്ക്ക്. അവിടെ എൻ്റെ നാടാ. അവിടെ ചെന്നാൽ പിന്നെ അവൻ എന്നെ തൊടാൻ പോലും കഴിയില്ല. അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന ഇഷ അവനെ സൂക്ഷിച്ചു നോക്കി. കരഞ്ഞുകൊണ്ടിരുന്ന ഇഷയുടെ മുഖത്തെ വേദന മാറി. പകരം പകയും ദേഷ്യവും നിറഞ്ഞു. നീ എന്താ പറഞ്ഞത്? എന്നെ കൊണ്ടുപോകുമെന്നോ? എവിടേക്ക്? രുദ്രന്റെ കണ്ണിൽ നിന്നും അവൻ്റെ ഇഷയെ കൊണ്ടുപോകാൻ നിനക്ക് കഴിയുമോ? അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്നവളുടെ ഭാവമാറ്റം അത്ഭുതത്തോടെയായിരുന്നു ദേവനും നോക്കിയത്. ഇഷ അവനെ നോക്കിക്കൊണ്ട് തുടർന്നു. നീ എന്താ കരുതിയത്? രുദ്രന്റെ കണ്ണു വെട്ടിച്ച് എന്നെ നീ തട്ടിക്കൊണ്ട് വന്നതാണ് എന്ന്. കൊള്ളാം, നിനക്ക് തെറ്റിപ്പോയി. നീ എന്താ കരുതിയത്?
രുദ്രൻ നിന്നെ തിരിച്ചറിഞ്ഞില്ല എന്നോ? അവളുടെ വാക്കുകൾ കേട്ട് പകച്ചു നോക്കുന്ന ദേവനെ നോക്കി ഇഷ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് തുടർന്നു. എനിക്കുറപ്പാണ്, അവൻ്റെ കണ്ണ് എന്നിൽ നിന്നും തെറ്റുന്ന നിമിഷം നീ പുറത്തിറങ്ങുമെന്ന് മറ്റാരേക്കാളും അവൻ അറിയാമായിരുന്നു. എന്നിട്ടും എന്നിൽ അവനൊരു ശ്രദ്ധക്കുറവ് കാണിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിനക്കുള്ള കുഴി തന്നെയായിരുന്നു. പക്ഷെ നീ മറന്നു. ഞാനവന് ഒന്നും അല്ലാതെ ഇരുന്ന കാലത്ത് എന്നെ തൊട്ട നിന്റെ ചേട്ടനെ ഈ അവസ്ഥയിലാക്കിയ രുദ്രൻ ഇന്ന് അവൻ്റെ ഭാര്യയായി എന്നെ തൊട്ടാൽ വെറുതെ ഇരിക്കുമെന്ന് നീ വിശ്വസിച്ചു അല്ലേ? ദേവൻ, നീ മറന്നു എല്ലാം. അവൻ്റെ മുന്നിലോട്ട് അവൻ്റെ ക്യൂവിനെ ഇട്ട് തന്നപ്പോൾ നീ നിന്റെ പ്ലാനുകൾ മറന്നു, എല്ലാം മറന്നു. ഫൈനലി നീ പോലും മറന്നു. യു ആർ ചെക്ക്മേറ്റ് ദേവൻ. പകയുടെ ഇഷ അവനെ നോക്കി ചോദിച്ചു. ആ നിമിഷങ്ങളിൽ അവളിൽ പകയുടെ ചെറു കണിക പോലും ഉണ്ടായിരുന്നില്ല. അവൾ രുദ്രന്റെ പാതി മാത്രമായിരുന്നു. ഇഷയുടെ വാക്കുകളിൽ പതറിപ്പോയ ദേവൻ പക്ഷെ പുറത്തു നിന്നുള്ള സൗണ്ട് കേട്ടതും ഞെട്ടലോടെ ഇഷയെ നോക്കി. ഹേയ് സിയ. അവളുടെ വാക്കുകൾ വല്ലാതെ കനത്തു. തുടരുന്നു. പനിയായിരുന്നു. സത്യം പറഞ്ഞ ഒട്ടും സമയമില്ല ഞാൻ. എന്നിട്ടും നിങ്ങൾക്ക് ആ സ്റ്റോറി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കഷ്ടപ്പെട്ട് പോസ്റ്റ് ചെയ്ത. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത ഭാഷത്തെ ഞാനത് ക്ലിയർ ചെയ്താണ്. താങ്ക് യു.